ദുബായിൽ താമസ ചെലവ് ചുരുക്കാൻ അപ്പാർട്ട്മെന്റുകൾ റൂംമേറ്റുകളുമായി പങ്കിടുന്നവർക്കും സബ്ലീസ് നൽകുന്ന വാടകക്കാർക്കും ദുബായ് അധികൃതരുടെ സുപ്രധാന മുന്നറിയിപ്പ്. ഷെയർഡ് ഹൗസിംഗും സബ്ലീസിംഗും നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നിയമം നിലവിൽ വന്നു. നിയമലംഘനം നടത്തുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. ദുബായിലെ നിയമവിരുദ്ധ ബെഡ് സ്പേസുകൾ, അനുമതിയില്ലാത്ത മുറി വിഭജനം, അമിത തിരക്കുള്ള താമസ സൗകര്യങ്ങൾ എന്നിവ നിയന്ത്രിക്കുകയാണ് പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി പ്രത്യേക പെർമിറ്റ് സംവിധാനവും കർശന മാനദണ്ഡങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം കെട്ടിടോടമയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഒരു വാടകക്കാരനും അപ്പാർട്ട്മെന്റോ അതിന്റെ ഭാഗമോ മറ്റൊരാൾക്ക് സബ്ലീസ് ചെയ്യാനോ താമസത്തിനായി നൽകാനോ പാടില്ല. ഇത് ലംഘിച്ചാൽ വാടകക്കാരെ റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷെയർഡ് ഹൗസിംഗ് ഉപയോഗിക്കാവുന്ന എല്ലാ താമസ യൂണിറ്റുകൾക്കും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക പെർമിറ്റ് നിർബന്ധമാണ്. സുരക്ഷ, അഗ്നിശമന സംവിധാനങ്ങൾ, ശുചിത്വം, വായുസഞ്ചാരം, ഓരോ താമസക്കാരന് ആവശ്യമായ കുറഞ്ഞ താമസ വിസ്തീർണം എന്നിവ ഉറപ്പാക്കിയ ശേഷമായിരിക്കും പെർമിറ്റ് അനുവദിക്കുക. ഔദ്യോഗിക പെർമിറ്റ് ഇല്ലാതെ ഷെയർ താമസ സൗകര്യം നടത്തുകയോ നിയമം ലംഘിക്കുകയോ ചെയ്യുന്നവർക്ക് 100 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. 2 വർഷം വരെയുള്ള പെർമിറ്റുകൾ കാലാവധി അവസാനിക്കുന്നതിന് 30 ദിവസം മുൻപ് പുതുക്കുകയും വേണം. നിയമലംഘനങ്ങൾ അവസാനിപ്പിച്ച് സുരക്ഷിതവും ക്രമബദ്ധവുമായ താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് നിയമം കർശനമാക്കുന്നത്. ജനം, ദുബായ്.